ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊട്ടാരക്കര കൺവെൻഷൻ്റെ ഈ വർഷത്തെ വെള്ളിയാഴ്ചത്തെ രാത്രിയിലുള്ള ധ്യാനത്തിനായി നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാകുന്നുവല്ലോ. ഇതിന് നേതൃത്വം നൽകുന്ന ഈ ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, അഭിവന്യനായ ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ആദരണീയനായ കെ വൈ ജേക്കബ് അച്ഛൻ, അഭിവന്യനായ അപ്രേം തിരുമേനി, ആദരണീയരായ അച്ഛന്മാരെ, ദൈവജനമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനം ആമുഖമായിട്ട് അറിയിക്കുകയും ഈ ധ്യാനത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും കടപ്പാടും അഭിവന്യ ബർന്നബാസ് തിരുമേനിയോടും അഭിവന്യ തീത്തോസ് തിരുമേനിയോടും ഇതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ഈ രാത്രി ദൈവത്തിൻ്റെ വചനം നമ്മളെ ചില ഓർമ്മപ്പെടുത്തലുകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തലുകൾ എങ്ങനെയാണ് നമ്മൾ മേന്മയിലും എണ്ണത്തിലും നന്മയിലും വർദ്ധിച്ചു വരേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. മേന്മയിലും എണ്ണത്തിലും നന്മയിലും വർദ്ധിച്ചു വരേണ്ടുന്നതിൻ്റെ മാർഗരേഖയാണ് നമ്മളിന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഇന്ന് നാം ഇപ്പോൾ വായിച്ചു കേട്ട ആ വേദഭാഗം തന്നെയാണ്. യോഹന്നാൻ്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം, 2-ാം അധ്യായം, അതിൻ്റെ 6-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടുന്നതാകുന്നു. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വചനം ജഡമായി ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്ത് ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തി ദിനംതോറും നയിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, നിന്റെ വചനവുമായി ഞങ്ങളിതാ അങ്ങയുടെ പാദപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്നു. നിന്റെ വചനം ഞങ്ങളോട് പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ ഇന്ന് തുറക്കണമേ. നിന്റെ വചനം ഞങ്ങളോട് പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന് ഞങ്ങളുടെ ഇച്ഛാശക്തി അങ്ങ് ക്രമപ്പെടുത്തണമേ. നിന്റെ വചനത്തിലൂടെ നിന്റെ സുന്ദരമായ രൂപം കാണുവാൻ ഞങ്ങളുടെ കണ്ണുകളെ ഇന്ന് തെളിമയുള്ളതാക്കി തീർക്കണമേ. ഞങ്ങൾ സന്തോഷത്തോടുകൂടെ നിന്റെ വചനം ശ്രവിപ്പാൻ ഞങ്ങളുടെ ഈ ബലഹീനമായ ശരീരങ്ങളെ നീ പുഷ്ടിപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങൾ നിന്നോടുകൂടെ ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം, നിന്റെ അനുകാരികളായി ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിന്റെ പുത്രനാൽ പുതുക്കപ്പെടുത്തണമേ. എളിയ അടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മിശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ വേദഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, 1990 കാലഘട്ടങ്ങളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് വായിച്ച ഒരു മാഗസിനിലെ ഒരു അനുഭവ കഥയാണ്. ആ മാഗസിൻ്റെ പേര് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്നാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 150-ലധികം വരുന്ന
ആസന്ന മരണരായ ആളുകളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് അതിനകത്തെ ഉള്ളടക്കം. ഏതെങ്കിലും ആക്സിഡൻറ്റിലോ രോഗത്താലോ മരണവക്രത്തിലേക്ക് പോകത്തക്ക വിധത്തിൽ അവരുടെ ബോധം നശിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടെ കിടക്കുമ്പോൾ അവർക്ക് അനുഭവിച്ച അനുഭവത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഭൂരിപക്ഷം ആളുകളും മരിച്ചു പോയിട്ടുണ്ട്, എന്നാൽ കുറച്ച് പേര് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ആ രക്ഷപ്പെട്ട ആളുകളുടെ ഒരു ഇൻ്റർവ്യൂ ആണ് അതിനകത്തുള്ളത്. ആ രക്ഷപ്പെട്ടവരിൽ ഭൂരിഭാഗം ആളുകളും പറഞ്ഞിരിക്കുന്നത് അവർക്ക് ബോധം നഷ്ടപ്പെടുന്നതിന് മുമ്പെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ട്. പക്ഷെ ബോധം നഷ്ടപ്പെട്ടതിന് ശേഷം എന്തു സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓർമ്മ വരുന്നത് വലിയ കഠിനമായൊരു ഇരുട്ടിൻ്റെ അനുഭവത്തിലൂടെ അവർ കടന്നു പോകുന്നു. ആ ഇരുട്ടിൻ്റെ അവസാനം അവർ ഒരു വലിയ പ്രകാശധോരണിയിലൂടെ കടന്നു പോകുന്നു. ആ പ്രകാശധോരണിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ശാന്തമായ മൃദുസ്വരം അവർ കേൾക്കുന്നു. ആ മൃദുസ്വരം ഇപ്രകാരമാണ്: വാട്ട് ഹാവ് യു ഡൺ വിത്ത് യുവർ ലൈഫ്? വാട്ട് ഹാവ് യു ഡൺ വിത്ത് യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് നിങ്ങൾ ചെയ്തു എന്ന ഒരു മൃദുസ്വരത്തിന് ശേഷം അവരുടെ ബോധം തിരിച്ചു കിട്ടുന്നു. ഈ വേദഭാഗം വിശുദ്ധനായ യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നത് ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ തങ്ങളുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായി നടന്നിരുന്ന ഒരു സഭ പെർസിക്യൂഷനിലൂടെ പീഡനത്തിൻ്റെ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വ്യഥകളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു ലേഖനമാണിത്. ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത് പെർസിക്യൂഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ പീഡന കാലഘട്ടത്തിൻ്റെ സമയത്ത് അകത്തും പുറത്തും ഒരുപോലെ കഠിനത അനുഭവപ്പെട്ടിരിക്കുന്ന സഭയുടെ സഭാജീവിതത്തെക്കുറിച്ചാണ്. 64 AD നീറോ ചക്രവർത്തി റോമാ നഗരത്തിന് തീ കൊടുത്തതിന് ശേഷം ഇത് യഹൂദന്മാരുടെ ഇടയിലെ ക്രിസ്തു മതവിഭാഗക്കാരാണ് അത് കൊടുത്തതെന്ന് ആരോപിച്ച് ക്രിസ്തു വിശ്വാസികളെ മതവിരോധികളും രാഷ്ട്രത്തിലെ നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു മതത്തിൻ്റെ ആളുകളുമാക്കി മാറ്റുകയാണ്. അങ്ങനെ ക്രിസ്തു മതം ഒരു നിരോധിത മതമാക്കി പ്രഖ്യാപിക്കുകയാണ്. ആ നിരോധിത മതത്തിൻ്റെ ആളുകളായി നമുക്കറിയാം അപ്പോസ്തലന്മാരും 70 അറിയിപ്പുകാരന്മാരും ആദിമസഭയിലെ വിശ്വാസികളും മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാനുള്ള ക്ഷണം പുറത്തെ ലോകം അവരിലേക്ക് കൊടുക്കുന്നു. ഈ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുവാൻ പുറത്തെ ലോകം അവരെ നിർബന്ധിക്കുമ്പോൾ സുവിശേഷത്തിൻ്റെ ആധ്യാത്മികത അസ്ഥിയിൽ അലിഞ്ഞിട്ടുള്ള ആ ദൈവജനം യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലിന് മുൻപിൽ തങ്ങളുടെ ശിരസിനെ നമിച്ച് കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ചില തത്വശാസ്ത്രങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നവർ ആ തത്വശാസ്ത്രങ്ങളിൽ ആകൃഷ്ടരായിട്ട്
അവർ യേശുക്രിസ്തുവിനെ അവരുടെ ജ്ഞാനത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തുവിനെ അവരുടെ ജ്ഞാനത്തിലൂടെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഫലമായി അകത്ത് നിന്ന് സഭയ്ക്കകത്ത് വിശ്വാസത്തിൽ അകത്ത് പിടിച്ചു നിൽക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. തൻ്റെ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ മാനത്തേക്കാൾ പ്രധാനമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഈ സഭയ്ക്കകത്ത് ഭിന്നതയുണ്ടാകുകയാണ്. അങ്ങനെ അകത്തും പുറത്തും ഒരുപോലെ തീച്ചൂളയിലൂടെ കടന്നു പോകുന്ന ഒരു വിശ്വാസ ജനത്തിന് യോഹന്നാൻ കൊടുക്കുന്ന അനുഗ്രഹീതമായ സന്ദേശമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം. നിങ്ങളുടെ ജ്ഞാനമല്ല പ്രധാനം, ദൈവത്തിൻ്റെ മാനമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജ്ഞാനമല്ല പ്രധാനം, ക്രൂശിലൂടെ വെളിപ്പെട്ട കർത്താവിൻ്റെ ഭോഷത്വമാണെന്ന് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള പ്രതിസന്ധികൾ വന്നാലും അകത്തു നിന്നുള്ള പ്രതിസന്ധികൾ വന്നാലും അതിനകത്ത് ആകൃഷ്ടരാകാതെ ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് അണിനിരക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ക്രിസ്തുവിനോടുകൂടെ അണിനിരന്ന് നിങ്ങൾ ഒരു നല്ല വിശ്വാസ സമൂഹമായി തീരണം എന്ന് പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിൻ്റെ തലക്കെട്ട് ക്രിസ്താനുകരണം ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് എന്നുള്ളതാണ്. ക്രിസ്താനുകരണം ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, അകത്തും പുറത്തും ഒരുപോലെ തീച്ചൂള പോലെ ചൂടേറിയതും കൈപ്പേറിയതും വേദനയേറിയതുമായ അനുഭവങ്ങളുടെ പിടിയിലകപ്പെട്ടിരിക്കുന്ന ഒരു സഭ. ആ സഭയെ കർത്താവിൻ്റെ ആത്മാവിനാൽ യോഹന്നാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സഭയ്ക്ക് ഒരു പുനരേകീകരണം ഉണ്ടാകണം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണം എന്ന് പറയുകയാണ്. ഒരു റിഫ്ലെക്സീവ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകണമെന്ന് പറയുകയാണ്. വർത്തമാനകാല സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു റിഫ്ലെക്സീവ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഈ പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള പ്രതിസന്ധികളെ അതിജീവിപ്പാനുള്ള ശക്തി ലഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനവരുപയോഗിക്കുന്ന ഒരു പദമാണ്, നിങ്ങൾ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടുന്നതാകുന്നു എന്നുള്ള പദം. അതിനുപയോഗിച്ചിരിക്കുന്ന പദം പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിലെ ഒരു നല്ല പദമാണ്, മെമേസിസ് എന്ന് പറയുന്നൊരു പദമാണ്. ഇനി ഞാനത് ദീർഘിപ്പിച്ച് പറയുന്നില്ല. അതിൻ്റെ കാരണം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഇനി ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ഇനി ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ അനുഗമിപ്പാൻ യേശുക്രിസ്തുവിൻ്റെ ശാരീരിക സാന്നിധ്യം നിങ്ങളുടെ അടുക്കലില്ല. യേശുക്രിസ്തുവിൻ്റെ ശാരീരിക സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ യേശുക്രിസ്തു പോയ വഴിയിലൂടെ പോയാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശാരീരിക സാന്നിധ്യമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്ന് ഒരു ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് അനുധാവനം ചെയ്യുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നത് ദൈവത്തെ അനുകരിക്കുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇമിറ്റേറ്റ് ചെയ്യപ്പെടുക എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അനുഗമിക്കുക, അനുകരിക്കുക എന്ന് പറയുന്നതിനകത്ത് കോൺട്രഡിക്ഷൻ ഇല്ല, മറിച്ച് അതിൻ്റെ രണ്ട് തലങ്ങളാണുള്ളത്. ഒന്ന്, ക്രിസ്തു കൂടെയുള്ളപ്പോൾ അവൻ്റെ കരം പിടിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്താൽ മാത്രം മതി.
അവൻ്റെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയും. അവൻ പോകുന്ന വഴിയിലൂടെ പോകുവാൻ കഴിയും. അവൻ നടത്തുന്ന പാതകളിലൂടെ നമുക്ക് നടക്കുവാനായിട്ട് കഴിയും. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ ശാരീരികമായ സാന്നിധ്യമില്ലാതെ വരുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് നടക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമ്മളെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന പ്രേരണാശക്തി ഏതായിരിക്കണം എന്നാണ് ഈ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. ആത്മാവിനെ പ്രേരിപ്പിക്കുന്ന പ്രേരണാശക്തി സ്നേഹത്തിൻ്റെ ശക്തിയായിരിക്കണം, ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഇതിന് സമാനമായ കാലഘട്ടമാണ്. പുറത്തുനിന്നും അകത്തുനിന്നും ഒരുപോലെ വിശ്വാസത്തെ സംരക്ഷിക്കുവാനായിട്ട് സാധ്യതയില്ലാത്ത, അതിന് സഹായകരമല്ലാത്ത ഒരു പരിതസ്ഥിതി ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഈ വർത്തമാന കാലഘട്ടത്തിൻ്റെ സമസ്യകളെ കൃത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ ഒരു വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ ചോദിക്കുന്ന ചോദ്യം രണ്ടാണ്. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണോ നമ്മൾ പോകുന്നത്, മറിച്ച് നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെ ക്രമപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് പോകുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുകയാണോ ചെയ്യുന്നത്, മറിച്ച് നമ്മുടെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ടാണോ ആഗ്രഹിക്കുന്നത്? ഈ വേദഭാഗം നോക്കുമ്പോൾ നമുക്കറിയാം, AD 95 എഫെസോസുകാർക്ക് എഴുതിയെന്നാണ് പറയുന്ന ഈ പുസ്തകം, അല്ലെങ്കിൽ എഫേസോസിൽ പാർക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് എഴുതിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ എഫെസോസിൽ ഈ സമയത്ത് ഇഗ്നാത്യോസ് എന്ന് പറയുന്ന സഭാപിതാവിനെ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട്. ഇഗ്നാത്യോസ് എന്ന് പറയുന്ന സഭാപിതാവിനെ ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? അദ്ദേഹം റോമിലേക്ക് പോയാൽ റോമിലെ കാരാഗൃഹത്തിൽ അദ്ദേഹത്തെ പിടിച്ചിടുകയും അദ്ദേഹത്തെ ദുഷ്ടമൃഗങ്ങളുടെ മുമ്പിൽ എറിഞ്ഞുകൊടുത്ത് ദുഷ്ടമൃഗങ്ങളാൽ കടിച്ചു കീറപ്പെടുന്നത് കാണുവാൻ ത്രാണിയില്ലാത്ത ഒരുപറ്റം എഫേസ്യയിലെ ജനങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ സംരക്ഷണം കൊടുക്കുമ്പോൾ വിശുദ്ധ ഇഗ്നാത്യോസ് പറയുകയാണ്, എനിക്ക് അങ്ങനെയുള്ള സംരക്ഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിശുദ്ധ ഇഗ്നാത്യോസ് ഈ എഫെസോസിലെ സഭയിൽ നിന്ന് നേരെ അദ്ദേഹം റോമിലോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് ഈ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. റോമിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്താനുകാരികൾ ആയിത്തീരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്താനുകാരികളായിത്തീരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ ഈ അനുകരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ഇത് വേദപുസ്തകം എപ്പോഴും പഠിക്കുമ്പം മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അനുകരണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അനുകരണ കലയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായ ഒരു പദമാണ് മെമേസിസ് എന്ന് പറയുന്ന ഒരു പദം. അത് അനുകരണ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രീക്കുകാരുടെ ഇടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാരൂപമായിട്ട് കരുതിയിരുന്നതാണ് പ്രസംഗകല. അങ്ങനെയെങ്കിൽ പ്രസംഗകല മനസ്സിലാക്കുന്ന ഒരാള് ആരെയാണോ പ്രസംഗിക്കുന്നത്, ആരുടെ പ്രസംഗത്തെയാണോ അനുകരിക്കേണ്ടുന്നത് എന്നാഗ്രഹിക്കുന്നത്, അതനുസരിച്ച് ആ പ്രസംഗത്തെ കൃത്യമായി സൂക്ഷ്മമായി നിരീക്ഷിക്കും. നിരീക്ഷിച്ചതിന് ശേഷം ഒരു ചേഷ്ടകൾ പോലും കുറവ് വരുത്താതെ അതുപോലെ അനുകരിക്കും. അതിന് മുമ്പ് അതിൻ്റെ തിയറി മനസ്സിലാക്കും. അതുകൊണ്ട് ഈ പ്രസംഗകല അഭ്യസിക്കുന്നതിനകത്ത് 3 സ്റ്റെപ്പുണ്ട്. ഒന്ന്, ഈ പ്രസംഗകലയെക്കുറിച്ചുള്ള തിയറി മനസ്സിലാക്കും. 2, ഈ പ്രസംഗകൻ ചെയ്യുന്ന പ്രസംഗത്തിൻ്റെ ശബ്ദവും ശൈലിയും കണ്ടന്റും ഒപ്പം നോൺ വെർബൽ ആക്ഷൻസും
ഒരുപോലെ അനുകരിക്കാനായിട്ട് ശ്രമിക്കും. അതിന് പ്രാക്ടീസ് എന്ന് പറയും. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇമിറ്റേഷൻ എന്ന് പറയും. തിയോറിയ, പ്രാക്ടീസ് ആൻഡ് ഇമിറ്റേഷൻ. ഇവിടെ പൗലോസും യോഹന്നാനും പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ വെറുതെ ഇങ്ങനെ പോയാൽ പോരാ, മറിച്ച് തിയറി അറിഞ്ഞ് ഓരോ കാര്യങ്ങളും സൂക്ഷ്മതയോടുകൂടെ അനുകരിച്ച് പ്രാക്ടീസ് ചെയ്ത് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കൺവെൻഷൻ്റെ വെള്ളിയാഴ്ചത്തെ ദിവസം കൂടി വന്നിരിക്കുകയാണ്. ഇപ്രകാരം കർത്താവിൻ്റെ തിയറിയിൽ ആകൃഷ്ടരായി, കർത്താവിൻ്റെ ചേഷ്ടകളിൽ ആകൃഷ്ടരായി അതിനെ ദിനംപ്രതി അനുകരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് ചില രൂപാന്തരങ്ങളും റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അവർ സെൽഫും ആവശ്യമാണ്. നമ്മുടെ സ്വയത്തിൻ്റെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷനും വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ക്രിസ്താനുകരണമെന്നോ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുന്ന ഒന്നുമല്ല. മറിച്ച് ക്രിസ്തുവിൻ്റെ പദ്ധതികളെ മനസ്സിലാക്കി ക്രിസ്തുവിൻ്റെ പദ്ധതികളെ അനുകരിക്കുവാൻ പൂർണ്ണമായി ഇടപെട്ട് അത് ക്രിസ്തുവിൻ്റെ പദ്ധതികളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികാരികളായിട്ട് തീരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയും മനുഷ്യൻ്റെ പദ്ധതിയും വച്ച് തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യൻ്റെ പദ്ധതിക്കനുസരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയെ കൊണ്ടുവരുവാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ആദിമ മാതാപിതാക്കൾക്ക് പറ്റിയ വീഴ്ചയെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ആദിമ മാതാപിതാക്കളോട് സാത്താൻ വന്ന് ചോദിക്കുന്നു, വാസ്തവമായി ദൈവം തമ്പുരാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അന്നേരം അവർ പറയുന്നുണ്ട്, തോട്ടത്തിൻ്റെ നടുക്കത്തെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം സാത്താൻ ചോദിക്കുന്നു, അന്നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ആകണമെന്നുള്ള ഒരാഗ്രഹം ആദാമിനും ഹവ്വായിക്കും ഒരുപക്ഷെ ഉള്ളിലുണ്ടായിരുന്നിരിക്കാം. ആ ആഗ്രഹത്തിൻ്റെ വെളിച്ചത്തിൽ അവരുടെ പദ്ധതിക്കനുസരിച്ച് അതൊന്ന് നോക്കിയപ്പോൾ അത് കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും കണ്ടു. അതായത് അവർ ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെ നോക്കിയപ്പോൾ അന്നാളിൽ മരിക്കുമെന്ന് തോന്നി. എന്നാൽ അവർ അവരുടെ കണ്ണിലൂടെ, അവരുടെ പ്ലാനിലൂടെ, അവരുടെ പദ്ധതിയിലൂടെ അവർ നോക്കിയപ്പോൾ അത് കാണാൻ നല്ലതും തിന്മാൻ നല്ലതും പിന്നെന്തോ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും അവർക്ക് തോന്നി. അങ്ങനെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ നോക്കേണ്ടുന്നത് ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെയും കണ്ണിലൂടെ ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെയും കണ്ണിലൂടെ നോക്കണമെങ്കിൽ നമുക്ക് മുമ്പേ കർത്താവ് പിതാവായ ദൈവം ലോകത്തിലേക്ക് നൽകിയിരിക്കുന്നത് പുത്രനായ ക്രിസ്തുവാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ക്രിസ്തുവിനെ സസൂക്ഷ്മം ശ്രദ്ധിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ സസൂക്ഷ്മം ശ്രദ്ധിക്കണമെങ്കിൽ, ക്രിസ്തു ജീവിച്ചതുപോലെ അനുകരിക്കണമെങ്കിൽ, ക്രിസ്തു തൻ്റെ അവസാനത്തെ ദിവസം കുരിശിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ ഒരു ദിവസം ചെയ്ത ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിച്ച അനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. 40 ദിവസം അവൻ പരസ്യ ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പ് 40 ദിവസം അവൻ മരുഭൂമിയിലേക്ക് പോവുകയാണ്. മരുഭൂമി അവൻ്റെ ധ്യാനത്തിൻ്റെ ഇടമാക്കി മാറ്റുകയാണ്,
പ്രാർത്ഥനയുടെ ഇടമാക്കി മാറ്റുകയാണ്. പിതാവിനോടുള്ള സംസർഗത്തിൻ്റെ ഇടമാക്കി മാറ്റുകയാണ്. 40 ദിവസം 40 രാവും 40 പകലും അവൻ ഉപവസിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ആദിമസഭയിലെ ദൈവമക്കളോട് പറഞ്ഞു, നിങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കർത്താവിനെ പോലെ ഉപവാസത്തിന്റെ പാതയിലൂടെ പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 1860 ശേഷം നവീകരണ പാതയിലൂടെ പോയ മാർത്തോമ സഭയ്ക്ക് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നൽകിയ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു, പഠിപ്പിക്കലായിരുന്നു, ഉപവാസത്തിന്റെ പാതയിലൂടെ പോകുന്ന ഒരു അനുഭവം. ഉപവാസത്തിന്റെ പാതയിലൂടെ പോകുന്ന ഒരു അനുഭവം. ഇനി വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, കർത്താവ് എന്തെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തതിന് ശേഷം അവൻ മലമേൽ കയറി തനിച്ചിരുന്ന് പ്രാർത്ഥിപ്പാനായിട്ട് പോകുകയാണ്. പിതാവിനോട് സംസർഗം ചെയ്യുവാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, അകത്തും പുറത്തും പ്രതിസന്ധി നമ്മൾ അനുഭവിക്കുമ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാനോട് സജീവമായ സഖിത്വം നമുക്ക് കുറയുന്നുണ്ടോ എന്ന് സഭയായി നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ 3 മെത്രാച്ചന്മാരെ ഇന്ന് പ്രാർത്ഥന നിങ്ങളുടെ അഷ്വർ ചെയ്ത ദിവസമാകുന്നുവല്ലോ. ഞങ്ങൾ 3 പേരും ഇന്ന് ഈ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിൻ്റെ കാരണം ഈ സഭയുടെ അനുഗ്രഹീതമായ പ്രാർത്ഥന കൊണ്ടും ദൈവത്തോടുള്ള ബന്ധത്തിൽ കൊണ്ട് മാത്രമാണ്. അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പുറം തിരുമേനി അത് പറയുകയും ചെയ്തു. ഇനി ഞാൻ വീണ്ടും പോകട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരണമെങ്കിൽ കർത്താവ് ജീവിച്ചതുപോലെ ഓരോ ദിവസത്തെയും ക്രമപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തി. അതിനവർ 1-ാമത്തെ ദിവസം നോക്കിയത്, നിലവിളി ഞാൻ കേൾക്കുന്നേ ക്രൂശിൽ അലറുന്നതിലൻ രക്ഷകൻ താൻ, മുറവിളിയും കേൾക്കുന്നേനാവീടേ. അവരൊന്ന് നോക്കിയപ്പോ അവർ ഒരു ദിവസം 7 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ഇസ്രയേലിൽ നിന്ന് ബാബിലോണ്യ പ്രവാസത്തിലേക്ക് 3 ചെറുപ്പക്കാരായ പിള്ളേരെ കൊണ്ടുപോയപ്പോ അവർ ബാബിലോണ്യ പ്രവാസത്തിൽ അവർക്ക് ലഭിച്ച മുറി ഒന്ന് നോക്കി. മുറി നോക്കിയിട്ട് അവർ കിഴക്കോട്ട് നോക്കി. കിഴക്കോട്ടുള്ള വാതിൽ തുറന്നു നോക്കി. എന്നിട്ട് ആ ജനാല തുറന്നിട്ടു. അവർ മുട്ടുകുത്തി ദൈവം തമ്പുരാനോട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ പിതാവായ ദൈവത്തോട് സദാ സഖിത്വം പ്രഖ്യാപിച്ചു, പ്രവർത്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ കുറവ് വന്നിട്ടുണ്ടോ? രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനകളിൽ നമുക്ക് കുറവ് വന്നിട്ടുണ്ടോ? രാവിലെയും വൈകിട്ടും നമ്മുടെ വീടുകളിലൂടെ അടുക്കലൂടെ പോകുമ്പോൾ അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു സമയേ അതിയായി നിന്നെ സ്തുതിപ്പാൻ കൃപ യേശു പരനേ. എത്ര വീടുകളിൽ ഇതൊക്കെ ഉണ്ട്? കിടക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാതെ പോകുന്ന രീതി നമുക്കില്ലായിരുന്നു. ദൈവത്തോടുള്ള സഹിത്വം പുറപ്പെടുവിക്കാതെ പോകുന്ന രീതി നമുക്കില്ലായിരുന്നു. നമുക്കത് കുറവ് സംഭവിക്കുന്നുണ്ടോ? അതുകൊണ്ട് അകത്തും പുറത്തും ഒരുപോലെ തീക്കനലുള്ള ഈ എഫെസോസിലെ സഭയിലെ ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ തീക്കനലിന്റെ മധ്യത്തിൽ ഈ വിശ്വാസത്തിന്റെ സ്ഥിരതയോടുകൂടെ ജീവിപ്പാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അത് ക്രിസ്തു ചെയ്തതുപോലെ ക്രിസ്തുവിനെ അനുകരിച്ച് പിതാവിനോടുള്ള സഖിത്വത്തിൽ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിതാവിനോടുള്ള സഖിത്വത്തിൽ ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഒരു ദിവസം 7 പ്രാവശ്യം പ്രാർത്ഥിക്കണം. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ അതിനെ വേറെ രീതിയിലൊക്കെ ആയിരിക്കും കാണുന്നത്.
ഞാനൊരു സഭാ ചരിത്രം പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിലും അല്ലെ പഠിക്കുന്ന ആളെന്നുള്ള നിലയിലും അപ്രകാരമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം അവരെന്ത് ചെയ്തെന്നറിയാമോ? കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ദിവസങ്ങളും അവർ അവരുടെ ജീവിതത്തിലെ ഒന്നുകിൽ പെരുന്നാളുകളായിട്ടോ അല്ലെങ്കിൽ ഉപവാസ ദിവസങ്ങളാക്കിയോ മാറ്റി. നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്ത ദിവസമാണ് ബുധനാഴ്ച. ബുധനാഴ്ച ഉപവാസ ദിവസമാണ്, ഉപവാസ ദിവസമാക്കി മാറ്റി. നമ്മുടെ കർത്താവിനെ കുരിശിൽ തറച്ച ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയായിട്ട് മാറി. നമ്മുടെ എല്ലായിടത്തും ഇപ്പോൾ ഉപവാസ പ്രാർത്ഥനകളുണ്ട്. ഇതിങ്ങനെ വന്നൊരു പൈതൃകമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം, ഇനി നമ്മൾ ഫെബ്രുവരി മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും നമ്മൾ 50 നോമ്പിലേക്ക് പ്രവേശിക്കുക, അല്ലെ? ഉപവാസമെന്ന് അനുഭവത്തിലേക്ക് ഉപവാസമാണ് ഈ നോമ്പെന്ന് പറയുന്നത്. ഉപവാസമെന്ന് പറയുന്നത് ദൈവത്തിങ്കലേക്കുള്ള സഹിത്വത്തെ ഉറപ്പിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ പദവിയിൽ നിന്ന് നിങ്ങൾ അനുകരിക്കുന്ന പദവിയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആദിമസഭ ഒരുങ്ങുകയാണ്. കാരണം അവർ വിശ്വാസത്തിൻ്റെ സ്ഥിരതയ്ക്ക് പറ്റാത്ത വിധത്തിൽ ആടി ഉലയുന്ന ഒരു കപ്പൽ പോലെയാണ്. അവർ പുറത്തറിഞ്ഞാൽ അവരെ പിടിച്ച് കൊല്ലും. അകത്ത് ഭിന്നത വളരെ വർദ്ധിച്ചിരിക്കുന്നു. ഇതിൻ്റെ മധ്യത്തിൽ കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം ശോഷിച്ചു പോകുമോ എന്നോർത്ത് അവർ കരയുന്നു. അതുകൊണ്ട് അവർ അവരുടെ ജീവിതത്തെ അങ്ങനെ ക്രമപ്പെടുത്തുകയാണ്. ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ അവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടുന്നതാകുന്നു. ഇത് 95 അടുത്തെഴുതിയ ലേഖനമാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്നത്, ആദിമസഭ പറഞ്ഞു, അങ്ങനാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ കഷ്ടതയിൽ നിന്ന് നമുക്കൊന്ന് മാറണമെങ്കിൽ നമുക്ക് 3 വഴിയിലൂടെ പോകണം. നമ്മുടെ 3 വഴിയിലൂടെ പോകണം. ഒന്ന്, ആരാധനയുടെ വഴിയിലൂടെ പോകണം. ആരാധനയുടെ വഴിയിലൂടെ പോകണം. എല്ലാ ദിവസങ്ങളിൽ വലുത് ഞായർ ദിനം തന്നെ, ഇഹ പരലോകവാസികളും മോദിക്കും നീ ദിനം. നവീകരണത്തിന്റെ പന്ഥാവിലൂടെ നമ്മൾ യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ നമുക്കൊന്നുമില്ലാത്തൊരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. 5 പള്ളികളെ നമുക്ക് കിട്ടിയുള്ളൂ. നമ്മുടെ പിതാക്കന്മാർക്ക് അകത്തും പുറത്തും നിൽക്കുവാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നമുക്കുണ്ടായിരുന്നത് ഈ തുറന്ന വേദപുസ്തകവും ഈ ആരാധന പൈതൃകവുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഞാൻ 1836 ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ചും 1889 ശേഷമുള്ള കാലഘട്ടത്തെക്കുറിച്ചുമാണ് ഞാൻ പറഞ്ഞത്. തൻ്റെ സഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്ന് ലോകപ്രകാരം ചിന്തിച്ചപ്പോൾ ശംഖുപൊട്ടി ജീവിച്ച ആളാണ് തോമസ് മാർ അത്തനേഷ്യസ് തിരുമേനി. ശംഖുപൊട്ടി മരിച്ച മനുഷ്യനാണ്. അവരുടെ പിൻഗാമികളാണ് ഇവിടെ നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും. അങ്ങനെങ്കിൽ അവരെ ശക്തിപ്പെടുത്തിയത് ഞായറാഴ്ചത്തെ അവരുടെ ആരാധന പൈതൃകമാണ്. കൊട്ടാരക്കര ഏറിയയിൽ ഞാൻ മൈലം പള്ളിയിലിരുന്നാണ്. നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ആരാധന സമൂഹത്തെ കാണുമ്പോൾ എനിക്ക് ദൈവത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. കാരണം ആരാധനയിലൂടെയാണ് ദൈവത്തോടുള്ള സഖിത്വവും ലോക പദ്ധതികളോടുള്ള വിമുഖതയും നമുക്ക് കാണിക്കുവാൻ കഴിയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും 3-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിലാണല്ലോ ഞാൻ പറഞ്ഞത്. 6-ാം അധ്യായത്തിലേക്കൊന്ന് വരട്ടെ. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാൽ നിർമ്മിതമായിരിക്കുന്ന വിവാഹത്തെ ലഘൂകരിക്കുന്നുണ്ട്, തുച്ഛീകരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ കാണുന്നത് ഭൂമിയിലെ പുരുഷന്മാർ, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്, പുത്രന്മാർ എന്ത് ചെയ്തു?
അവർ ലോകത്തിലെ സ്ത്രീകളെ കണ്ടപ്പോൾ നോക്കിയവരെ എല്ലാം സൗന്ദര്യമുള്ളവരായിട്ട് കണ്ടു. കണ്ടവരെ എല്ലാം ഇഷ്ടപ്പെട്ടു, ഇഷ്ടവരെ എല്ലാം കെട്ടിയപ്പോൾ എന്തോ സംഭവിച്ചു? അക്കാലത്തുണ്ടായിരുന്ന മെഗിലോത്തുകളായിരുന്നവർ, മെഗിലോത്തുകൾ എന്ന് പറഞ്ഞാൽ മല്ലന്മാരായിരുന്നു എന്നതിൻ്റെ അർത്ഥം. മല്ലന്മാരായിരുന്നു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും അന്നത്തെ ഈ അടിയും പിടിയും കൊണ്ടൊക്കെ നടക്കുന്ന ആളുകളാണ്. ദൈവിക പദ്ധതിയിൽ നിന്ന് മാറി മനുഷ്യന്റെ പദ്ധതിയിലേക്ക് മാറിയപ്പോൾ വിവാഹമെന്ന വലിയ ദാനത്തിന് വന്ന ച്യുതിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അവിടെ ഉണ്ടായ സന്തതികളെല്ലാം പാഴ്ജന്മങ്ങളായിട്ട് മാറുകയാണ്. അങ്ങനെങ്കിൽ ഈ 1-ാം നൂറ്റാണ്ടിലെ ഈ സഭ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് പറയുകയാണ്, നിങ്ങൾ പാഴ്ജന്മങ്ങളായി തീരുവാനുള്ള സാധ്യതയുണ്ട്. പാഴ്ജന്മങ്ങളായിട്ട് തീരാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ആരാധനയുടെ അനുഭവത്തിലേക്ക് പോകണം. ആരാധനയുടെ അനുഭവത്തിലേക്ക് പോകുന്നതിന് അവർ 2 ടൈപ്പിലുള്ള ആരാധനകളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ വ്യക്തിഗത ആരാധനയിൽ വർദ്ധിച്ചു വരണം. പേഴ്സണൽ പ്രയർ ആണ്. നമുക്കറിയാം, നമ്മൾ ഉപവസിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച്, രാവും പകലും വൈകിട്ടും 7 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് പ്രാർത്ഥിച്ച് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൻ്റെ പയറ്റിയെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം. രണ്ടാമത്തെ കോർപ്പറേറ്റ് വർഷിപ്പാണ് നമ്മൾ ആരാധനയിൽ സൺഡേ വർഷിപ്പ് നടത്തുന്ന അനുഭവം, ആരാധന അനുഭവം. അങ്ങനെ വ്യക്തിഗത ആരാധനയിലും ഒരുമിച്ചുള്ള ആരാധനയിലും ഈ സഭ വളർന്നു വന്നപ്പോൾ ഇതൊരു വലിയ പ്രസ്ഥാനമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, റോമാ ഗവൺമെന്റിന്റെ കഠിനമായ പീഡനങ്ങളെ അതിജീവിച്ച് ഈ സഭ വിശ്വാസത്തിൽ വളരുന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് വളർന്നു വരികയാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ അനുകാരികളാകണം എന്നുള്ള ബോധ്യം തൻ്റെ ജനത്തിലേക്ക് നൽകിയപ്പോൾ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, ബ്ലാറ്റിൻഡ എന്ന് പറയും പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടി ഫ്രാൻസിൽ ഒരു വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അന്നത്തെ ആ സ്ഥലത്തിൻ്റെ പേര് ഗോൾ എന്നാണ്, GAUL എന്ന സ്ഥലമാണ്. മതപീഡകന്മാർ വന്ന പെൺകുട്ടിയെ പിടിച്ചപ്പോൾ അവൾ മുട്ടുകുത്തി സ്തെഫാനോസിനെ പോലെ പ്രാർത്ഥിച്ചു. സ്തെഫാനോസ് പ്രാർത്ഥിച്ച് അതേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിച്ചു. ഇതൊന്നും ഞാൻ ചുമ്മാതെ പറയുന്നതല്ല. ഓൾ ദീസ് ആർ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ്. നിങ്ങൾ യൗസേബിയസിന്റെ എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ആ പെൺകുട്ടി പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ചതാണ് എന്താണെന്നറിയാമോ? ആ രാജ്യത്തുള്ള ആളുകൾ ആ കൊച്ചിനെ കൊന്നു. പക്ഷെ ആ രാജ്യത്തുള്ള ആളുകൾ മുഴുവൻ, ധാരാളം ആളുകൾ ഈ വിശ്വാസത്തിലേക്ക് പ്രവേശിച്ചു. അതുകൊണ്ട് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ, വിശുദ്ധ ഇഗ്നാത്തിയോസ് 95 ഇവർ പറയുന്നത് കേൾക്കാതെ അദ്ദേഹം റോമിലോട്ട് പോവുകയാണ്. അങ്ങനെ റോമിലോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം 7 കൃതികൾ എഴുതുന്നുണ്ട്, 7 എഴുത്തുകൾ എഴുതുന്നുണ്ട്. ആ എഴുത്തുകളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്ന തിയോളജി, എക്ലീസിയോളജി, വേറെ എന്തൊക്കെയോളജി പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം ബേസിസ് അതൊക്കെയാണ്. അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്താനുകരണത്തിൻ്റെ 1ാമത്തെ പാത ധ്യാനാത്മക ജീവിതത്തിൻ്റെ പാതയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ധ്യാനാത്മക ജീവിതത്തിൻ്റെ പാതയിലൂടെ പോയപ്പോൾ അവർക്കൊരു തിരിച്ചറിവുണ്ടാകുകയാണ്, ഞങ്ങളുടെ ജീവിതം, ഞങ്ങൾക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നാണ് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് ഓർമ്മ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അർത്ഥം കർത്താവ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല എന്നുള്ള ബോധ്യമാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അതിന് വിപരീതമായിട്ട് ചിന്തയുണ്ടോ? ഒരിക്കലും ഇല്ലെന്ന് എനിക്കറിയാം. എന്നെ അങ്ങനെ വരുമ്പോഴാണ് കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാകുന്നത്. ഞാൻ 1994 വൈദിക സെമിനാരിയിലെ ഒരു സ്റ്റുഡൻ്റ് ആയതിനു ശേഷം
ആദ്യത്തെ മാരാമൺ കൺവെൻഷന് മാരാമൺ മന്ദിരങ്ങളുടെ ഷെഡിലിരിക്കുകയാണ്. മന്ദിരങ്ങളുടെ ഷെഡിലിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വന്ന് ഒരു തുണിസഞ്ചി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ തുണിസഞ്ചി പണമാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 1ഉം 2ഉം കോയിൻസും 10 രൂപയും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ എണ്ണിയപ്പോൾ 437 രൂപയുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് 437 എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട് എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ആളാണ്. ഇന്നൊരു പക്ഷേ അദ്ദേഹം നല്ല ധനികനായിട്ട് ജീവിക്കുന്നുണ്ടായിരിക്കുമെങ്കിലും ഞാൻ പേര് പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല. ഒരു പുറമ്പോക്ക് പോലുള്ളൊരു സ്ഥലത്ത് 1 സെന്റ് ഭൂമി പോലും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഒരു മാർത്തോമക്കാരനായ ഒരാൾ അദ്ദേഹത്തിന് കുറച്ച് വസ്തു കൊടുത്ത് ആ വസ്തുവിൽ ഒരു ചെറിയ ഷെഡ് വെച്ച് 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യൻ. ഒന്നുകൂടെ ഞാൻ പറയാം. അദ്ദേഹം ജീവിക്കുന്നത് രാവിലെ തൊട്ട് രാത്രി വരെ ചാക്ക് കച്ചവടം നടത്തും. ചാക്ക്, ഈ ചണച്ചാക്കുണ്ടല്ലോ, ചണച്ചാക്ക് വീടുകളിൽ ചെന്ന് മേടിച്ച് അത് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് കടയിൽ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ്. ഞാൻ അന്നേരം ചോദിച്ചു, ഇത് വേണോ, ഇത്ര ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം എന്നോട് പറഞ്ഞു, സാറേ, ദൈവം തമ്പുരാൻ എന്നെ സുഭിക്ഷമായി ഓരോ ദിവസവും നടത്തുന്നു. ഞാൻ ഓരോ ദിവസവും വരുന്ന എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കറക്റ്റ് 10% ഞാൻ മാറ്റിവെച്ച് എനിക്ക് 2-3 കിഴികൾ ഇതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ 94 കാര്യമാണ് പറയുന്നത്. 2-3 കിഴികൾ എടുത്ത് കണ്ടപ്പോൾ ഞാൻ അന്തിച്ചു പോയി. എനിക്ക് തന്നതിനകത്ത് 437 രൂപയുണ്ട്. അതുകൊണ്ട് ആദിമസഭയിലെ ആളുകളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അനുകാരികളാകണമെങ്കിൽ ഒന്ന്, ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ധ്യാനത്തിൻ്റെ വഴിയിലൂടെ, പ്രാർത്ഥനയുടെ വഴിയിലൂടെ, ഉപവാസത്തിൻ്റെ വഴിയിലൂടെ, ആരാധനയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്, ആദിമസഭ അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയത് രക്തസാക്ഷിത്വത്തിനു വേണ്ടി അവർ തയ്യാറാകുകയാണ്. രക്തസാക്ഷിത്വത്തിന് തയ്യാറാകുകയാണ്. വിശ്വാസത്തെ യാതൊരു കാരണവശാലും ത്യജിച്ചു പറയണ്ട. അതുകൊണ്ടാണ് നമ്മുടെ തെർത്തുല്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ, 165 മരിച്ച ആളാണ് അദ്ദേഹം, തെർത്തുല്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് എന്താണെന്നറിയാമോ? രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്താണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, ആ കാലത്ത് വധിക്കപ്പെട്ടവരുടെ എണ്ണത്തിന് കണക്കില്ല. വിശ്വാസം എടുത്തതിൻ്റെ വെളിച്ചത്തിൽ വധിക്കപ്പെട്ടവരുടെ കണക്ക് ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ ഈ ക്രിസ്തു വിശ്വാസത്തിൻ്റെ പാതയ്ക്കകത്തെ രണ്ടാമത്തെ അനുഭവമാണ് സാക്ഷ്യജീവിതം. സാക്ഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജീവിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ ഒരു പൈതലായി സാക്ഷ്യമുള്ളവനായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ എബ്രഹാം മാർത്തോമ തിരുമേനി ഉൾപ്പെടെയുള്ളവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തന്നെയാണ്. ഓരോ മാർത്തോമക്കാരനും ജീവിക്കുന്ന ഓരോ സാക്ഷ്യജീവിതം നയിക്കുന്ന സുവിശേഷകനായിരിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഭവനങ്ങളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ അച്ഛന്മാരായിട്ടും സുവിശേഷകരായിട്ടും ഒക്കെ വിട്ടത്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആളുകളും വ്യക്തിഗത ശുശ്രൂഷ, സുവിശേഷ വേലയ്ക്ക് അപ്പുറം വേറൊന്നില്ല എന്ന് കണ്ടതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കർത്താവിൻ്റെ സാക്ഷ്യജീവിതമാണ് ഏറ്റവും വലുതെന്ന് കണ്ടു. അതുകൊണ്ട് അനുകരിക്കുന്നതിനകത്ത് ആരാധന ജീവിതത്തിലൂടെ നമ്മുടെ മനസ്സിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രിസ്തു നടന്നതുപോലെ നമുക്ക് നടക്കാൻ കഴിയും. ഇതാണ് അനുകരണം എന്ന പദവി. നിങ്ങൾ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കണം. അവൻ നടന്നതുപോലെ നടക്കണമെങ്കിൽ സാക്ഷ്യ ജീവിതത്തിൽ നടക്കണം. ഓരോ ജീവിതത്തിലും, ഓരോ മൊമെന്റ് ബൈ മൊമെന്റിൽ ക്രിസ്തുവിൻ്റെ
ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിൻ്റെ ഗന്ധിയാക്കി മാറ്റണം. അതുകൊണ്ടായി ക്രിസ്തീയ ജീവിതം അത്ര എളുപ്പമല്ലെന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ സാധാരണഗതിയിൽ ഇന്നിപ്പോൾ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവ പദ്ധതിക്കപ്പുറമായി നമ്മുടെ ഒരു പ്ലാനും പദ്ധതിയും കണ്ടിട്ട് ആ പ്ലാനിലും പദ്ധതിയിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. അങ്ങനെയല്ല വേണ്ടുന്നത്. ദൈവ പദ്ധതിയിലൂടെ എങ്ങനെയാണ് നമുക്ക് പോകേണ്ടുന്നത്? അതിന് അനുകാരികളാകുവാൻ സാക്ഷ്യത്തിൻ്റെ പദവിയിലൂടെ പോകണം. ചാക്ക് കച്ചവടം നടത്തുന്ന ഈ മനുഷ്യൻ്റെ സാക്ഷ്യ ജീവിതത്തിനപ്പുറം വലിയ സാക്ഷ്യ ജീവിതം ഏതാണ്? ഏത് വലിയ സാക്ഷ്യ ജീവിതമാണുള്ളത്? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്തെ സാക്ഷ്യ ജീവിതത്തിൻ്റെ അനുഭവത്തെ നമ്മളൊന്ന് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടുന്ന അവസരമുണ്ട്. തീത്തോസ് തിരുമേനിയുടെ കൂടെ ഞങ്ങൾ റമ്പാച്ചന്മാരായിട്ടിരിക്കുമ്പോൾ അഭിമന്യ തിരുമേനി ശുശ്രൂഷ ചെയ്ത സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. തിരുമേനിയുടെ കൂടെ ഒരു ദിവസം വൈകിട്ട് ഞങ്ങളൊരു വീട്ടിൽ പോയി. അവിടെ ഒരു വീട് കൂദാശയ്ക്ക് പോയതാണ്. ആ വീട് കൂദാശയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഒരു അപ്പനും അമ്മയും 2 ആമ്പിള്ളാർ കുഞ്ഞുങ്ങളും ഉണ്ട്. ആ പള്ളിയിലുള്ള ആളുകൾ മുഴുവൻ അവിടെ കൂടിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പരിചയമില്ലായിരുന്നു എന്ത് സംഭവിക്കുന്നുവെന്ന്. കൂദാശയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു സാക്ഷ്യം പറയുന്നുവെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. ചെറുപ്പക്കാരനോ ഒരു 50s കഴിഞ്ഞ ആളായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ 35 വർഷമായിട്ട് വളരെ മോശമായ വഴിയിലൂടെയൊക്കെ നടന്ന ആളാണ്. മദ്യപാനത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ പോയിട്ട് ഞാനൊരു മദ്യപാന രോഗിയായിട്ട് ഉള്ള വിളവ് മുഴുവൻ കാണിച്ച് നടന്ന ആളാണ്. എൻ്റെ വീട്ടിൽ ഒരു ദിവസം പോലും എൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഒരു സന്തോഷം ഞാൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ ഇന്ന് സന്തോഷത്തോടുകൂടി ഇത്രാമത്തെ ദിവസം ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു സാക്ഷ്യം പറഞ്ഞു. ഈ അഭിമന്യ തിരുമേനിയുടെ വാക്കെടുത്താൽ തിരുമേനി അന്ന് പറഞ്ഞ വാക്ക് തന്നെയാണ്. ആ സാക്ഷ്യം കഴിഞ്ഞതിന് ശേഷം അഭിമന്യ തിരുമേനി പറഞ്ഞു, ഇതുള്ളുലയ്ക്കുന്ന സാക്ഷ്യമാണെന്നോ, ചങ്കുലയ്ക്കുന്ന സാക്ഷ്യമാണെന്ന് പറഞ്ഞു. ഈ ഭർത്താവിൻ്റെ പ്രതിസന്ധിയേറിയ ജീവിത പന്ഥാവിലൂടെ ഈ ഭാര്യയ്ക്കും പോകേണ്ടി വരുമ്പോൾ, ഒന്നുമില്ലായ്മയുടെയും ജീവിതത്തിൻ്റെ കഠിനതയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ പലരും അവളെ ഉപദേശിച്ചു, ഇവനെ അങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞു. അന്നേരം അവൾ പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങളെ മുട്ടുകുത്തി, പലപ്പോഴും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോവും, പക്ഷേ മുട്ടുകുത്തി ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കും, ഈ മനുഷ്യൻ ഒരു ദിവസം തിരിച്ചു വന്ന് എന്നെ സ്വീകരിക്കണം, ഈ കുടുംബത്തെ സന്തോഷിപ്പിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവളുടെ ചങ്കുലഞ്ഞ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ കേട്ടു. കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ആ മനുഷ്യൻ തിരിച്ചു വന്നു. ആ സഭ മുഴുവൻ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആ സഭ മുഴുവൻ, ആ സഭയുടെ ഭദ്രാസന എപ്പിസ്കോപ്പ രാത്രി മഴയായിട്ട്, അന്ന് മഴ നനഞ്ഞ് വന്ന വരവ് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാ വന്നത്. അത്രമാത്രം കഠിനമായിട്ട് പോലും ഭദ്രാസന എപ്പിസ്കോപ്പ ഉൾപ്പെടെ പോയി ആ വീട് കൂദാശ ചെയ്തു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സാക്ഷ്യ ജീവിതത്തിന് സഭയ്ക്കകത്ത് ശ്രേഷ്ഠമായ സാധ്യതയും ശ്രേഷ്ഠമായ ഒരു സ്ഥാനവുമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി ആണ് പ്രധാനം, മാനുഷിക പദ്ധതി അല്ല എന്ന് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് അനുകരണത്തിൻ്റെ 2ാമത്തെ വഴി എന്ന് പറയുന്നത് ആദിമസഭ കണ്ടത് സാക്ഷ്യ ജീവിതത്തിൻ്റെ വഴിയാണ്. സാക്ഷ്യ ജീവിതത്തിൻ്റെ വഴിയാണ്. നമ്മുടെ ജീവിതത്തിൽ സാക്ഷ്യ ജീവിതത്തിൻ്റെ വഴി എങ്ങനെയുണ്ട്? സാക്ഷ്യ ജീവിതത്തിൻ്റെ വഴി നമ്മൾ വീണ്ടെടുക്കണം. ആ നഷ്ടപ്പെട്ട ആകാശത്തെ നമുക്ക് തിരിച്ചു പിടിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. ഓരോ മാർത്തോമാക്കാരനെ കുറിച്ചും പറഞ്ഞിരുന്നത്, ഞാൻ പണ്ടത്തെ കാര്യം പറയില്ല, ചരിത്രം പറയുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ. തെങ്ങ് ചെത്താൻ കൊടുക്കാത്തവനാണ് മാർത്തോമാക്കാരൻ എന്നുള്ള പേരുണ്ടായിരുന്നു. കള്ളു കുടിക്കാത്തവനാണ് എന്നുള്ള പേരുണ്ടായിരുന്നു. ഞായറാഴ്ച ഒന്നും
ജോലി ചെയ്യാതെ ഞായറാഴ്ച കർത്തൃദിവസം എല്ലാറ്റിലും വലുതാണെന്ന് കരുതിയിരുന്നവരാണ് മാർത്തോമക്കാരെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. മാർത്തോമക്കാർ ഉപവസിക്കുന്നവരാണെന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഇന്നും നമുക്ക് ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നു, ഉണ്ട്. മേഖല നമ്മൾ വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ മേഖല വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വീട് സീതത്തോടാണ്. എൻ്റെ വീടിൻ്റെ സീതത്തോടിനപ്പുറത്ത് കട്ടച്ചിറ എന്ന് പറയുന്ന ഒരു മേഖല, അതൊരു ട്രൈബൽ മേഖലയാണ്. ആ ട്രൈബൽ മേഖലയിലെ ഒരു വീട് ഇല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യൻ താമസിക്കുന്നത് കെട്ടിയേക്കുന്ന ഒരു പാറയുടെ കീഴിലാണ് താമസിക്കുന്നത്. അദ്ദേഹം രോഗിയായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. പൈസ ചോദിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ കാര്യമാണ് പറയാൻ വരുന്നത്. കഴിഞ്ഞുപോയി, മരിച്ചുപോയി. ആ മരിച്ചു പോയപ്പോൾ ആ വീടിൻ്റെ ദുർഗതിയെക്കുറിച്ച് മലയാള മനോരമ പത്രത്തിൽ പത്തനംതിട്ട എഡീഷനിൽ ഒരു റൈറ്റപ്പ് എഴുതി. ആ റൈറ്റപ്പ് ഞാൻ കണ്ടില്ല. പത്തനംതിട്ടക്കാരനായ ഞാൻ കോട്ടയം വൈദിക സെമിനാരിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഞാൻ കണ്ടില്ല, വാസ്തവമാണ്. പക്ഷേ രാവിലെ ഞാൻ സെമിനാരിൽ ഞാൻ പത്രം വരുത്തുന്നില്ല, ഞാൻ ലൈബ്രറി ചെന്നാണ് വായിക്കുന്നത്. 8:30 ഞാൻ ക്ലാസ് പോകാനായിട്ട് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു അപരിചിതനായ ഒരാൾ എന്നെ വിളിച്ചു. ഒരു മാർത്തോമക്കാരൻ എന്നെ വിളിച്ചു. മാർത്തോമക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, എന്നെ അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, ഇങ്ങനെ അച്ഛൻ്റെ വീടിനടുത്താണ് ഈ കട്ടച്ചിറ കോളനി ഞാൻ തിരിച്ചറിയുന്നു. അവിടെ ഇങ്ങനെ ഒരു ടാർപോളിൻ ഷെഡ് ഇട്ടിരിക്കുന്നെന്ന് ഒരു പത്രത്തിലൊരു ന്യൂസ് ഞാൻ രാവിലെ കണ്ടു. അച്ചോ, അത് കണ്ടതിന് മനസ്സ് വല്ലാതെ വേദനിക്കുന്ന അച്ചോ. അതുകൊണ്ട് അച്ഛന് ഞാൻ ഇന്ന് ആ വീട് പണിയാനുള്ള പൈസ മുഴുവൻ അച്ഛൻ്റെ പേരിൽ അയച്ചു തരാം. ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ സെമിനാറിലാണ്, ഞാൻ ചിറ്റാറ് പള്ളിയിലെ ഒരച്ഛനോട് പറഞ്ഞ് ഞാനത് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പണിക്കരച്ഛനെ വിളിച്ചു. പണിക്കരച്ഛനെ വിളിച്ചപ്പോൾ പണിക്കരച്ഛനും അവിടെയുള്ള ചിറ്റാറ് പള്ളിയിലെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു, അവിടെ ഒരു കൊച്ചു വീട് വെച്ച് കൊടുക്കണമെങ്കിൽ ഏകദേശം 6 ലക്ഷം രൂപയോളം ആകുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു അതിശയോക്തിയും പറയുകയല്ല. ഞാനിത് ഇദ്ദേഹം അന്ന് വൈകിട്ട് എന്നെ വിളിച്ചിട്ട് 6 ലക്ഷം രൂപയും അയച്ചു തന്നു. ചിറ്റാറ് പള്ളിക്കാരോട് എനിക്ക് വലിയ സന്തോഷം തോന്നിയ ഒരു അനുഭവം. 4.5 ലക്ഷം രൂപയ്ക്ക് ആ പറഞ്ഞ തോതിലുള്ള കെട്ടിടം പൂർത്തിയാക്കി അവർക്ക് വാസയോഗ്യമായിട്ട് കൊടുത്തു. 1.5 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട അഭിമന്യ തിരുമേനി എപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന ഒരു പദമാണ് ഈ ചങ്കുലയ്ക്കുക എന്നൊക്കെ പറയുന്ന പദം. ഇപ്പം മലയാള ഭാഷയിൽ ശരിക്കും ഉപയോഗിക്കുന്നതുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവൻ്റെ പെരപ്പുറം പുകയുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മുടെ ചങ്കിനകത്തൊരു പിടച്ചിലുണ്ട്. അങ്ങനെ ഒരു പിടച്ചിലുണ്ടാകുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധമാണ് അത് നടത്തുന്നത്. അതാ സാക്ഷ്യ ജീവിതം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധമാണ് അത് നടത്തുന്നത്. സർവശക്തനായ ദൈവം തമ്പുരാൻ നമുക്ക് കുഞ്ഞുങ്ങളെന്ന മഹാദാനത്തെ നൽകുമ്പോൾ കർത്താവിൻ്റെ വേലയാണ് അവൻ്റെ ജീവിതത്തിലെ ശ്രേഷ്ഠമെന്ന് നമുക്ക് കാണുവാൻ കഴിയുമോ? കാണുവാൻ കഴിയുന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത്, അല്ല ഇവിടെ ഇരിക്കുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ആളുകളെ അയക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ തലമുറയിൽ, ഈ കഠിനമായ തലമുറയ്ക്കകത്ത് നിന്ന് അനേക വിശ്വാസ വീരന്മാരുണ്ടായി. അതുകൊണ്ടാണ് ആദിമസഭയിൽ ശ്രേഷ്ഠരായ വിശ്വാസ വീരന്മാരും ഫിലോസഫിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളും അപ്പോളജിസ്റ്റുകളും അപ്പസ്റ്റോലിക് ഫാദേഴ്സും ഒക്കെ ഉണ്ടായത്. വർത്തമാന കാലഘട്ടത്തിൽ അകത്തും പുറത്തും പ്രതിസന്ധിയുള്ള ഈ കാലയളവിൽ നമുക്കും കർത്താവിൻ്റെ വേലയിൽ ഇടർച്ചയില്ലാത്തവരും കുലുങ്ങാത്തവരും, കർത്താവിൽ നമ്മുടെ പ്രയത്നങ്ങളുടെ ഫലം വ്യർത്ഥമല്ലെന്നറിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നതിനും വേലക്കാരെ ഒരുക്കേണ്ടുന്ന ആവശ്യമുണ്ട്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടുന്നു? ആരെനിക്ക് വേണ്ടി പോകും?
എന്നൊരു ശബ്ദം ഞാൻ കേട്ടു. ഈ പന്തലിന്റെ കീഴിൽ ഇന്നും നാളെയും ഞായറാഴ്ചയും ഒക്കെ ഇരുന്ന് നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് കേൾക്കണം. അത് നമ്മുടെ ചങ്കിനെ തൊടണം. തലമുറയെ കർത്താവിന് വേണ്ടി ഒരുക്കണം. സാക്ഷ്യജീവിതം, ഇതാണ് സാക്ഷ്യജീവിതം. ഇത് മരണത്തിലേക്കുള്ളൊരു വഴിയാണ് എന്നാണ് സാക്ഷ്യജീവിതം എന്ന് അവർക്കറിയാം. ഒരു വീട്ടിൽ അമ്മയും വല്യമ്മയും മാത്രമേ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ. വല്യമ്മയും അമ്മയും മാത്രമേ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ളൂ. അവർക്കൊരു കൊച്ചുമോനും മോനും ഉണ്ടായി. ഒരു സുവിശേഷകനുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അടുപ്പത്തിലായി. ആ സുവിശേഷകനെ ജയിലിലടച്ചു. ജയിലിലടച്ചപ്പോൾ ഏകദേശം 1.5 മാസത്തിലധികം യാത്ര ചെയ്താൽ ചെന്നെത്താൻ പറ്റാത്ത ഇടത്തേക്ക് ഈ കൊച്ചു പയ്യനെ അവന് മനം തണുക്കേണ്ടുന്നതിന് വേണ്ടി സാധനങ്ങളുമൊക്കെയായി കടൽ മാർഗം അങ്ങോട്ട് അയക്കുകയാണ്. പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ഒരു വല്യമ്മയും അമ്മയും തൻ്റെ കുഞ്ഞിനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൗലോസിനെ കാണാൻ വേണ്ടി അങ്ങനെ റോമിലെ പോയി പൗലോസിനെ കണ്ട് കാഴ്ചയൊക്കെ നിങ്ങൾക്കറിയാം. ലേഖനങ്ങൾ 2 ഉണ്ട്. എഫെസോസിലെ സഭയുടെ സഭാപിതാവുമായിരുന്നു, സഭാ ശുശ്രൂഷകനുമായിരുന്നു തിമോത്തിയോസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വഴികളിൽ രണ്ടാമത്തത് ഞാൻ പറഞ്ഞല്ലോ, സാക്ഷ്യത്തിൻ്റെ വഴിയാണ്. സാക്ഷ്യത്തിൻ്റെ വഴി. അതുകൊണ്ട് ഈ സാക്ഷ്യപന്ഥാവിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം, സമയം തീരുന്നല്ലോ. മൂന്നാമത്തത് സർവീസ്, സേവനം. അല്ല ഡയക്കോണിയ എന്നൊക്കെ പറയും, അല്ല കൊയിനോണിയാന്നോ ഡയക്കോണിയാന്നൊക്കെ പറയും. സേവനത്തിൻ്റെ പാത. ഏത് പടുകുഴിയിൽ കിടക്കുന്നവനെയും പിടിച്ചെഴുന്നേൽപ്പിപ്പാൻ, നീട്ടിക്കൊടുക്കുവാൻ ഒരു കൈയുണ്ടെങ്കിൽ സാധിക്കും എന്ന് ആദിമസഭ തിരിച്ചറിഞ്ഞു. നമ്മുടെ സഭയും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സഭയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നതിന് മുമ്പ് ഒരു അനുഭവ കഥയൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കാം. അതുകൊണ്ട് ക്രിസ്താനുകരണത്തിൻ്റെ 3 അനുഭവങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഒന്ന്, ക്രിസ്താനുകരണത്തിൽ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ധ്യാനത്തിൻ്റെ വഴിയിലൂടെ ദൈവഹിതം തിരിച്ചറിയണം. 2, ദൈവഹിതം തിരിച്ചറിഞ്ഞ ക്രിസ്തു നടക്കുന്നത് പോലെ ക്രിസ്തുവിനെ അനുകരിപ്പാൻ സാക്ഷ്യജീവിതത്തിൽ പോകണം. 3, സാക്ഷ്യജീവിതം നമ്മളെ കൂട്ടായ്മയിലേക്കും സേവനത്തിലേക്കും നയിക്കും. സാക്ഷ്യജീവിതം കൂട്ടായ്മയിലേക്കും സേവനത്തിലേക്കും നയിക്കും. അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നവർ സ്നേഹത്തിൻ്റെ ആത്മാവിൽ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. രാജീവ് എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ, രാജീവ് എന്ന ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചു. 10 ദിവസം കഴിഞ്ഞവൻ വിദേശത്ത് പോയി ഭാര്യയെ നാട്ടിലിട്ടിട്ട്. 1 മാസം കഴിഞ്ഞതിന് ശേഷം രാജീവിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ ചെല്ലുന്നു. രാജീവിൻ്റെ ഭാര്യയ്ക്ക് കാലിൽ ക്യാൻസറാണ്. അതിൻ്റെ സാഹചര്യം പറഞ്ഞ ആ പെൺകുട്ടി വീട്ടിൽ നടന്നു പോകുമ്പോൾ അവിടെ കാലൊന്നിടറി. ആശുപത്രിയിൽ ചെന്നു, കഠിനമായ വേദന, പ്ലാസ്റ്റർ ഇട്ടു, കുറയുന്നില്ല. അടുത്ത ദിവസം ചെന്നു, വേദന സംഹാരികൾ കഴിക്കുന്നു, കുറയുന്നില്ല. ഒടുവിൽ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പം ഡോക്ടർമാർ പരിശോധിക്കുന്നു, ഒന്നും തിരിച്ചറിയുന്നില്ല. ഒടുവിൽ തിരിച്ചറിയുന്നു, അവളുടെ കാലിന് താഴോട്ട് മാറി ഈ കണങ്കാലിൽ ബോൺ ക്യാൻസർ പിടിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോൾ അന്നത്തെ പ്രമുഖനായ ഡോക്ടർ VP ഗംഗാധരൻ സാറ് അവിടെയുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ഒരു വിദഗ്ധ അഭിപ്രായം സ്വീകരിച്ചു. അതായത് കാലിന് മുട്ടിന് മുകളിൽ വെച്ച് ആംബ്യൂട്ട് ചെയ്യുക. പോയി. അന്ന് അദ്ദേഹം തിരിച്ചു വീട്ടിൽ പോയി. രാത്രിയിൽ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു ഫോൺ വിളി ഈ ഡോക്ടർ ചെയ്യുന്നു. ഡോക്ടറെ, എനിക്ക് നാളെ ഒരു അപ്പോയിൻമെൻ്റ് തരണം. പിറ്റേ ദിവസം ഒരു അപ്പോയിൻമെൻ്റ് കൊടുത്തു. അവൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനൊരു പ്രയാസമുണ്ട്, അവളെയാണ് ഇന്നലെ ഡോക്ടർ കണ്ടത്. ഡോക്ടർ എനിക്കൊരു ഉത്തരം തരണം.
ഞാൻ ആ ഭാര്യയെ സ്വീകരിക്കണോ, ഞാൻ ആ ഭാര്യയെ കളയണോ? അതിനൊരു സാഹചര്യമുണ്ട്. അവൻ്റെ അപ്പനും അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, മോനെ രാജീവേ, നിനക്ക് 26 വയസ്സേ ഉള്ളൂ. നീ വിവാഹം കഴിച്ചിട്ട് 10 ദിവസം, 1 മാസമായി, എന്നാലും 10 ദിവസം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. നിനക്ക് അവളെ കളയാം, നിനക്ക് നല്ല വേറൊരു പെൺകുട്ടിയെ കിട്ടും. നേരം രാജീവ് ചോദിക്കുന്നു, ഞാനിത് ചെയ്യണോ, ഏത് ചെയ്യണം? നേരം ഡോക്ടറൊന്നും അനങ്ങിയില്ല. നേരം രാജീവ് ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഈ രാജീവ് പറയുകയാണ്, ഡോക്ടറെ, ഞാൻ താലി കെട്ടിയവളും ആയതുകൊണ്ട് അവൾ മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് തന്നെ ആയിരിക്കും മരിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടുന്ന സാഹചര്യം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ അവളെ ചികിത്സിക്കും. എനിക്കൊരു നിവൃത്തിയില്ല. എനിക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ ജോലി പോവും. ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ കൃത്യമായി ഓരോ മാസം കിട്ടുന്ന ശമ്പളവും ഞാൻ ഡോക്ടറുടെ പേരിൽ അയച്ചു തരാം. എൻ്റെ പേരൻസ് അതിന് സഹകരിക്കത്തില്ല. ഡോക്ടർ ചികിത്സിക്കണം. ഡോക്ടർ ചികിത്സിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു ഡോക്ടറും അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പക്ഷേ ഡോക്ടർ ചികിത്സിച്ചു. അവസാനം ആ കുട്ടി രക്ഷപ്പെട്ടു. വയനാട്ടിൽ 2 പേരും, അവൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞ് 2 പേരും സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാണ് ഡോക്ടർ VP ഗംഗാധരൻ്റെ ജീവിതമെന്ന അത്ഭുതമെന്ന് പറയുന്ന പുസ്തകം അവസാനിപ്പിക്കുന്നത്, ആ കഥ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നീട്ടിക്കൊടുക്കുവാൻ ഒരു കൈയുണ്ടെങ്കിൽ ഏത് പടുകുഴിയിൽ കിടക്കുന്നവരെയും ഉയർത്തുവാൻ സാധിക്കും. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നീട്ടിത്തന്നതുകൊണ്ട് നമുക്ക് ക്രിസ്തുവേശുവിനോടുള്ള നിരപ്പും രക്ഷയും ഉണ്ടായി. അതുകൊണ്ട് വർത്തമാന കാലഘട്ടത്തിൽ ക്രിസ്താനുകരണത്തിൻ്റെ പാതയിൽ ക്രിസ്തീയ ശിഷ്യത്വത്തിലേക്ക് പോകുവാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് നീട്ടിയ കൈയും പടുകുഴിയിൽ കിടക്കുന്നവനെ ചേർത്ത് നിർത്തുവാനുള്ള നമ്മുടെ ഉള്ളിൻ്റെ അദമ്യമായ സ്നേഹത്തിൻ്റെ അനുഭവമാണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആരാധന ജീവിതത്തിലൂടെ, സാക്ഷ്യ ജീവിതത്തിലൂടെ, കൂട്ടായ്മയുടെ സേവന ജീവിതത്തിലൂടെ ഒരു വിശ്വാസ സമൂഹമെന്ന് നമ്മൾ പോകുമ്പോൾ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയട്ടെ, എണ്ണത്തിലും മേന്മയിലും നന്മയിലും വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹമായിട്ട് തീരും. അതിന് ദൈവം കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.